എന്താ സാർ? ഞാൻ ഇന്നലെ തന്ന ഫയലിംഗ് എടുത്തോണ്ട് വാ. ഏത് ഫയലാ സാർ? ഇന്നലെ വൈകുന്നേരം ഓഡിറ്റിങ്ങിന്റെ ഫയല് തന്നില്ലേ, അതിങ്ങ് എടുത്തോണ്ട് വരൂ. ശരി. വേഗം ആവട്ടെ. ഹരീഷ്, ആകെ പുലിവാലായല്ലോ മാഡം. ഇയാൾ എന്തിനാ ഇത്രയ്ക്ക് ടെൻഷൻ ആവുന്നത്? ആ വിവരമില്ലാത്ത പാർവതി എന്തോ ചോദിച്ചു, അതിനൊരു മറുപടി കൊടുത്താ പോരെ? അത് ഞാൻ പറഞ്ഞു തരാം. മാഡം, എടോ, ഞാൻ പറയുന്നതനുസരിച്ച് താൻ പ്രവർത്തിച്ചാ മതി. ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായല്ലോ. മാഡം, ഇതൊക്കെ ചെന്ന് ഞാൻ പാർവതി മാഡത്തിനോട് പറഞ്ഞ എൻ്റെ ജോലി പോവില്ലേ? എടോ, ഇയാളുടെ ജോലി പോവാതെ ഞാൻ നോക്കിക്കോളാം. ശരി മാഡം. ആ, താൻ ഈ ഫയലൊക്കെ കൊണ്ടുവച്ചേ. ശരി മാഡം. ഹരീഷ്, ഞാൻ ചോദിച്ച അക്കൗണ്ട് ഡോക്യുമെന്റ് ഇതിൽ കാണുന്നില്ലല്ലോ. ആ ഫയലുകളുടെയൊക്കെ ഓഡിറ്റിംഗ് കഴിഞ്ഞിട്ടില്ല മാഡം. ഓഡിറ്റിംഗ് കഴിയാത്ത ആ ഫയല് മാഡം നോക്കിയാൽ ശരിയാവില്ല. മാത്രമല്ല, മാഡത്തിന് ഈ ഓഫീസ് കാര്യങ്ങളിൽ അത്ര പ്രവർത്തന പരിചയമില്ലല്ലോ. അതുകൊണ്ടാണ് മാഡം ഇങ്ങനെ സംശയം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഹരീഷ്, പാർവതിക്ക് എക്സ്പീരിയൻസ് ഇല്ല എന്നുള്ളത് ശരി തന്നെ എന്ന് കരുതി പാർവതി സംശയങ്ങൾ ചോദിക്കുന്നത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. പാർവതിയുടെ സംശയങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾ കൃത്യമായി പാർവതിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ മതി. സർ, ഓഫീസ് കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്ത മാഡത്തിനെ ഞാൻ എങ്ങനെയാണ് ഇതൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത്? ഹരീഷ്, ഞാൻ ഭാരിച്ച കാര്യമൊന്നും അല്ല ചോദിച്ചത്. നിങ്ങളിവിടെ 2,24,00,000 രൂപ ഓഫീസിന്റെ മെയിൻ്റനൻസിനായി ചെലവഴിച്ചു. അത് ശരിയല്ലേ? നിങ്ങൾ എഴുതി നൽകിയ കണക്കാണത്. ആ തുക എന്തിനൊക്കെ ചെലവഴിച്ചു, എങ്ങനെ ചെലവഴിച്ചു, അതേ ഞാൻ ചോദിച്ചുള്ളൂ. അതിന് നിങ്ങൾ മറുപടി പറഞ്ഞ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിശേഷിയൊക്കെ എനിക്കുണ്ട്. അതിന് അധികം പ്രവർത്തന പരിചയമൊന്നും വേണമെന്നില്ല. വരവും ചെലവും അറിഞ്ഞ് വീട് നടത്തിക്കൊണ്ടു പോകുന്ന ഒരു സാധാരണ വീട്ടമ്മയുടെ പ്രായോഗിക പരിജ്ഞാനം മാത്രം മതി. പിന്നെ കമ്പനി കാര്യങ്ങളിലുള്ള എന്റെ അറിവ് നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് നിശ്ചയിച്ചത്? ഇവിടെ നടക്കുന്ന ഒത്തുകളിയൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങളുടെ പിറകെ ആരാണെന്നും എനിക്ക് വ്യക്തമായിട്ടുണ്ട്. തൽക്കാലം നിങ്ങളോടും നിങ്ങളെ ആ കൃത്യത്തിന് പ്രേരിപ്പിച്ചവരോടും ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. മേലിൽ ആരൊക്കെ നിങ്ങളെ പ്രേരിപ്പിച്ചാലും ഇതുപോലെ ഒരു പ്രവൃത്തിക്ക് നിങ്ങൾ കൂട്ടുനിൽക്കരുത്. വെറുതെ അല്ല ഞാൻ ഈ ചെയർപേഴ്സന്റെ കസേരയിൽ ഇരിക്കുന്നത്. താക്കീത് നൽകിയിട്ടും തെറ്റാവർത്തിച്ച ജോലി നഷ്ടപ്പെടും, ജയിലിലും പോകേണ്ടി വരും. അത് മറക്കരുത്. നിങ്ങള് എന്നെക്കാളും വിദ്യാഭ്യാസവും അറിവുള്ള ആളല്ലേ? കുറച്ചുകൂടി ബോധപൂർവം പ്രവർത്തിക്കാൻ നോക്ക്. സോറി മാഡം.
മാഡം മാഡം ഇനി എന്നും ഓഫീസിൽ വരണം. നോക്കട്ടെ. നോക്കിയാ പോരാ, മാഡം എന്നും വരണം. ശരി ശരി. ഏതായാലും നിങ്ങൾ നൽകുന്ന സ്നേഹത്തിന് ഒത്തിരി നന്ദിയുണ്ട്. വാ. സർ, എന്താ സർ, എന്താ ഇവിടെ? ദേ, നമുക്ക് വീട്ടിൽ പോണ്ടേ? എന്താടോ, നമ്മൾ വീട്ടിലേക്കല്ലേ പോകുന്നത്? എന്താ ഇത്ര തിടുക്കം? അയ്യോ സർ, വേഗം എത്തണം. അവിടെ എനിക്ക് ഒത്തിരി ജോലികൾ ബാക്കിയാ. തുണികൾ ഉണക്കാനിട്ടിരിക്കുന്നു, അതെടുക്കണം. രാവിലെ കാപ്പിക്ക് വേണ്ടി അരി കുതിർത്ത് വെച്ചിട്ടുണ്ട്, അതെടുത്ത് ദോശയ്ക്ക് അരയ്ക്കണം. പിന്നെ അത്താഴം ഉണ്ടാക്കണം, അച്ഛന് മരുന്നെടുത്തു കൊടുക്കണം. പോയാലുടനെ വീട് തുടച്ച് വൃത്തിയാക്കി വിളക്ക് കത്തിക്കണം. അങ്ങനെ അങ്ങനെ എനിക്ക് തൊട്ടും പിടിച്ചു ഒത്തിരി ജോലികളുണ്ട്. ഓഫീസില് വളരെ കണിശക്കാരിയായ ചെയർപേഴ്സൺ. വീട്ടിൽ വന്ന സകലമാന ജോലികളും ഒരു വീട്ടു ജോലിക്കാരിയെ പോലെ ചെയ്തുകൊണ്ടേയിരിക്കും. അതും കൃത്യതയോടെ, ഒരു മടിയും കൂടാതെ. ഇതൊക്കെ തനിക്ക് എങ്ങനെ സാധിക്കുന്നു? അതിനുത്തരം സാറ്. സാർ എനിക്ക് തരുന്ന ധൈര്യവും പരിഗണനയും കൊണ്ടാ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിച്ചത്. എല്ലാം സാറിന്റെ കാരുണ്യം. പാറു, ഞാനൊരു കാര്യം ചോദിച്ചാ പാറു സത്യം പറയൂ? സാറ് ചോദിച്ചോ. ആ മാനേജർക്ക് പിന്നിൽ ആരോ ഉണ്ടെന്ന് താൻ പറഞ്ഞില്ലേ? അതാരാ? അവൻ കൃത്രിമത്വം കാണിച്ചു എന്ന് ബോധ്യപ്പെട്ടിട്ടും താനെന്താ മാനേജർക്കും അയാൾക്ക് പിന്നിലെ വ്യക്തിക്കും മാപ്പ് കൊടുത്തത്? സത്യങ്ങൾ ഞാൻ എങ്ങനെ സാറിനോട് പറയും? പറയൂ പാർവതി, താൻ എന്തിനാ അവരോട് ക്ഷമിച്ചത്? അത് സർ, ഇവരെല്ലാം ദേവമ്മയുടെ കാലം മുതൽ നമ്മുടെ കമ്പനിയിൽ പ്രവർത്തിക്കുന്നവരാ. ചിലപ്പോ എന്തെങ്കിലും അശ്രദ്ധ കൊണ്ട് അവർക്ക് ചില പിഴവുകളൊക്കെ വന്നേക്കാം. ഇപ്പോ അതിനെ വലുതായി കരുതി അവരെ ശിക്ഷിക്കാൻ പോയാ അവരുടെ കീഴിലുള്ളവർക്ക് അവർക്ക് മേലുള്ള വിശ്വാസം നഷ്ടപ്പെടില്ലേ? ഏതായാലും നമ്മളിപ്പോ അവരുടെ തെറ്റ് കണ്ടുപിടിച്ചല്ലോ. അതുകൊണ്ട് അവർക്ക് ഇനിയൊരു പേടിയുണ്ടാവും. ഇനിയുള്ള ജോലികളെല്ലാം അവര് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യും, അതുറപ്പാ. അതുകൊണ്ട് രഹസ്യം രഹസ്യമായി തന്നെ ഇരിക്കട്ടെ. സാർ ഇനി അതേക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ ആവണ്ട. അതായത് വിശാല ഹൃദയനായ ആശാൻ അവരോട് ക്ഷമിച്ചിരിക്കുന്നു എന്നല്ലേ? വീണെ എങ്ങനെയും ഗാർഗിയെ ഒഴിവാക്കണം. അതിന് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഒരു പ്രഗ്നൻസിയാണ്.
ഹലോ, എന്തിനാ ഇങ്ങനെ ഒരു മുഖം വരാ? തനിക്ക് എന്ത് കാര്യമുണ്ടെങ്കിലും അത് നേരിട്ട് എന്നോട് മുഖത്ത് നോക്കി ചോദിക്കാം. അതിന് ഒരു മടിയും വേണ്ട, ഒരു ചിന്തയും വേണ്ട. തനിക്കിപ്പോ എന്താ വേണ്ടത്? പറയടോ. തനിക്ക് വേണ്ടി എന്തും ഞാൻ ചെയ്യും. എന്തും ചെയ്യോ? എന്ത് വേണമെങ്കിലും ചെയ്യും. വിനയെ എനിക്ക് വളരെയധികം ഇഷ്ടമായതുകൊണ്ടും എന്റേതാണെന്ന് തോന്നുന്നതുകൊണ്ടുമാ ഞാൻ ഇങ്ങനെയൊക്കെ ഓരോന്ന് ചോദിക്കുന്നത്. ദേ, വീണ്ടും വളച്ചൊടിക്കാൻ തുടങ്ങി. താൻ വിഷയത്തിലേക്ക് വാ. ശരി, പറയാം. നിങ്ങളുടെ ഭാര്യയാണോ അതോ ഞാനാണോ പെറ്റ്? അതിനെന്താ സംശയം? അത് താൻ തന്നെയാ. ഇതാണോ ചോദിക്കാൻ വന്നത്? ഏയ് അല്ല. എന്നാൽ ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. എനിക്ക് വിനയ ഒരു അവസരം തരണം. ഞാനാണോ ഗാർഗിയാണോ ബെറ്റർ എന്ന് തെളിയിക്കാനുള്ള ഒരവസരം. ഇതാ ഞാൻ ചോദിക്കാൻ വന്നത്. താൻ ഇത്രേ ഉള്ളൂ. താൻ സങ്കടപ്പെടണ്ട. താനാണ് ബെറ്റർ എന്ന് ഗാർഗിയെ ബോധ്യപ്പെടുത്താൻ ഒരവസരം ഞാൻ ഉണ്ടാക്കി തരാം. താനൊന്ന് വെയിറ്റ് ചെയ്യ്. വിനയ്ക്ക് എന്തൊക്കെയാണ് കൂടുതൽ ഇഷ്ടമെന്ന് എനിക്കറിയാം. എന്നാലും അത് അവളുടെ മുന്നിൽ തെളിയിക്കുമ്പോ ഒരു മസ, ഒരു സന്തോഷം. വിനയ്, ദേ ഈ ജ്യൂസ് കുടിക്ക്. എന്താടി ഇത്? ഇതാണോ ജ്യൂസ്? ഇതിനൊട്ട് മധുരമില്ലല്ലോ. ഒടുക്കത്തെ പുളി. അങ്ങനെ വരാൻ ചാൻസ് ഇല്ലല്ലോ. ഞാനിത് കുടിച്ചു നോക്കിയിട്ടാ കൊണ്ടുവന്നത്. അന്നേരം ഇതില് അത്യാവശ്യത്തിന് മധുരം ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ ഈ പുളി എവിടെ നിന്ന് വന്നതാ? നീ ഇത് കുടിച്ചു നോക്കിയിട്ടാണോ കൊണ്ടുവന്നേ? അതിനെന്താ? എന്റെ ഭർത്താവിന് കൊണ്ടുവന്ന ജ്യൂസ് ഞാൻ കുടിക്കുന്നതിൽ ഇപ്പൊ എന്താ തെറ്റ്? ഞാൻ ഇത് ഇതേ ഗ്ലാസ്സിൽ നിന്ന് കുടിച്ചു നോക്കിയിട്ട് തന്നെയാ കൊണ്ടുവന്നത്. അപ്പൊ ഞാൻ നിന്റെ എച്ചിലാണോ കുടിക്കേണ്ടത്? അതാണോ ഞാൻ കുടിക്കേണ്ടതെന്ന്? ഞാൻ കുടിച്ച ജ്യൂസ് നിനക്ക് എച്ചിലായിട്ട് തോന്നുന്നു അല്ലേ? അപ്പോ കുറച്ചു കാലം എന്നോടൊപ്പം കഴിഞ്ഞ എന്റെ ഭർത്താവോ? ഇതേ ബ്രാൻഡ് ന്യൂ ഒന്നും അല്ല. ഇപ്പൊ എന്താ വോമിറ്റിംഗ് വരുന്നില്ലേ? സാറെന്തായാലും റിയ കുടിച്ച് എച്ചിലാക്കിയ ജ്യൂസ് കുടിക്കണ്ട. സാറിനുള്ള ജ്യൂസ് ഞാൻ വേറെ കൊണ്ടുവരാം. എന്താടാ? എന്താ നിനക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞത്? അതമ്മേ, ഈ ഗാർഗിയും റേയും ഒരേ വീട്ടിൽ താമസിക്കുന്നത് വലിയ പ്രശ്നം. അതിന് നീ ഇപ്പൊ എന്ത് ചെയ്യാൻ പോകുന്നു? ഗാർഗി എന്തെങ്കിലും പറഞ്ഞ് കുറച്ച് ദിവസത്തേക്ക് അവളുടെ വീട്ടിലേക്ക് അയച്ചാലോന്നാ ഞാൻ ചിന്തിക്കുന്നത്. കുറച്ച് ദിവസം അവളുടെ അച്ഛൻ്റെ ഒപ്പം പോയി നിൽക്കട്ടെ. എടാ, അത് നീ മാത്രം തീരുമാനിച്ചാ മതിയോ? ഗാർഗിയുടെ സമ്മതം ഇവിടെ ആർക്ക് വേണം? ഗാർഗിയുടെ സമ്മതം വേണ്ട. പക്ഷേ ഗാർഗി ഇവിടുന്ന് അവളുടെ അച്ഛൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടണമെങ്കിൽ വിശാലിന്റെയും ഗോപിയേട്ടന്റെയും സമ്മതം വാങ്ങേണ്ടി വരും. അവർ രണ്ടുപേരും ഇതിന് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ശടാ, അതൊരു വലിയ ടാസ്ക് ആണല്ലോ. നീ ഒരു കാര്യം ചെയ്യ. എടാ, കുറച്ചു ദിവസം കൂടി റിയയോടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറയേ. അല്ലാതെ ഗാർഗി ഇവിടുന്ന് പറഞ്ഞുവിടാൻ പറ്റില്ലേ? ഇല്ല മോനെ, ഗാർഗിയെ നിർബന്ധിച്ച് ഇവിടുന്ന് പറഞ്ഞു വിടാൻ നോക്കിയാ അതിവിടെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഒരു താൽക്കാലിക മാർഗം. അല്ല അമ്മേ, ഞാൻ വന്നത് മുതൽ ശ്രദ്ധിക്കുക. പ്രതാപനങ്ങൾ എവിടെ? ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. എവിടെ പോയി?
ഒന്നും പറയണ്ടടാ. അവനെ ആ പാർവതി ഇവിടുന്ന് ഇറക്കി വിട്ടതാ. ഏ പാർവതി ഇവിടുന്ന് ഇറക്കി വിട്ടെന്നോ? എന്തിന്? അവൾക്ക് പ്രതാപൻ എന്റെ കൂടെ ഇവിടെ താമസിക്കുന്നത് ഇഷ്ടപ്പെട്ടില്ല. ഒറ്റ വാക്കിൽ പറഞ്ഞ അത് തന്നെയാ കാരണം. അല്ലാതെ എന്ത് കാരണത്തിന്റെ പേരിലാ അവനെ ഇവിടുന്ന് ഇറക്കി വിടുന്നത്? അല്ല, പാർവതി അത്രയ്ക്ക് അഹങ്കാരിയാണോ? ഒന്നും പറയണ്ട മോനെ. അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച പെൺരൂപമാണ് അവളിപ്പോ. ഓഹോ, അവള് ആള് കൊള്ളാലോ. ഇപ്പൊ ഇവിടുത്തെ ഭരണം മുഴുവൻ അവളുടെ കയ്യിലല്ലേ. വിശാലാണെങ്കിൽ അവളെ തലയിലെടുത്തല്ലേ വെച്ചിരിക്കുന്നത്. അപ്പൊ പിന്നെ നമുക്ക് അവൾക്കെതിരെ എന്ത് ചെയ്യാൻ പറ്റും, എന്ത് പ്രവർത്തിക്കാൻ പറ്റും? അപ്പോ അങ്ങനെയാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. ഇപ്പോ അങ്കിൾ എവിടെ ഉണ്ട്? ദാ, അവൻ ഏതോ ഒരു ലോഡ്ജില് ഒരു മുറി വാടകയ്ക്കെടുത്ത് അവിടെ താമസിക്കുക. ഇത് വലിയ കഷ്ടമായി പോയല്ലോ. കുഞ്ഞിലെ മുതല് അമ്മ കോഴിയുടെ ചിറകിനടിയില് കോഴിക്കുഞ്ഞ് വളരുന്നത് പോലെ എന്റെ നിഴലിൽ മാത്രം വളർന്നവനാണവൻ. പെട്ടെന്ന് എന്നെ വിട്ടു പോകേണ്ടി വന്നപ്പോ അവനാകെ തളർന്നുപോയി. ഞാനും തളർന്നുപോയി. കഷ്ടമാണ് അവന്റെ അവസ്ഥ. കയ്യിൽ പണവുമില്ല, വരുമാനവും ഇല്ല. 3 നേരവും ആഹാരം കഴിക്കണ്ടേ. ഇടയ്ക്ക് ഞാൻ പോയി കണ്ട് അത്യാവശ്യം ചെലവിനുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. കേട്ടിട്ട് എനിക്ക് വിഷമം തോന്നുന്നു. എന്നെയും വിപിനെയൊക്കെ എത്രയിടത്ത് നടന്ന ആളാണ് അങ്കിൾ. എന്തെല്ലാം വികൃതികൾ ഞങ്ങൾ അങ്കിളോട് കാണിച്ചിരിക്കുന്നു. മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ഞാൻ ഇതൊക്കെ ഓർക്കും. ഇവിടെ വരുമ്പോ അങ്കിളോടൊപ്പം ചേർന്ന് ശരിക്കും ആഘോഷിക്കാമെന്ന് ഞാൻ കരുതി. ഛേ, ആലോചിക്കും തോറും പ്രയാസം കൂടുക. അല്ല, അങ്കിളിനെ ഇറക്കി വിട്ടപ്പോ അമ്മ ഇടപെട്ടില്ലേ? കൊള്ളാം, ഞാൻ ഇടപെട്ടിട്ട് എന്താടാ കാര്യം? അവള് പിടിക്കുന്നിടത്തെ ഇവിടെ ഇപ്പൊ കാര്യങ്ങൾ നിൽക്കൂ. എടാ, നിനക്ക് ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലായില്ലേ? അല്ല, അവളൊരു പട്ടിക്കാടുള്ള പെണ്ണല്ലേ? എടാ, അതൊക്കെ പണ്ട്. ഇപ്പോഴേ അവൾ ഇരുതല മൂർച്ചയുള്ള വാളാണ്. ഏത് വശത്ത് തൊട്ടാലും മുറിയും. ആ, നിനക്ക് കേൾക്കണോ? എന്നെ ഇവിടെ നിറക്കി വിടുമെന്ന് പറഞ്ഞ് എനിക്ക് താക്കീത് തന്നിരിക്കുക അവള്. അമ്മ ഇവിടെ ഇറക്കി വിടുന്ന അവള് പറഞ്ഞോ? എന്നാ അവളെ വിട്ടാ പറ്റില്ലല്ലോ. അവളെ ഞാൻ ഈ ഭൂമിയിൽ വച്ചേക്കില്ല. അമ്മ ഇവിടുന്ന് ഇറക്കി വിടുമെന്ന് പറയാൻ അവളാരാ? അതെനിക്കൊന്നും അറിയണല്ലോ. എടാ വിനയ്, നിൽക്ക്. ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. എനിക്കൊന്നും കേക്കണ്ട. അമ്മ മാറിക്കേ. എടാ, നീ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. കേട്ടേ പറ്റൂ. അല്ല, അമ്മ ഇവിടുന്ന് ഇറക്കി വിടുമെന്ന് പറഞ്ഞ വിവരം അച്ഛനും വിശാലും ഒന്നും അറിഞ്ഞില്ലേ? ഇല്ല. എടാ, അവർക്കെന്നല്ല, ഇവിടെ ആർക്കും ഇതൊന്നും അറിയില്ല. ഞാൻ ആരെയും അറിയിച്ചിട്ടില്ല. ഈ വിഷയം കൈകാര്യം ചെയ്യാൻ എനിക്ക് നന്നായിട്ടറിയാം. മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കണം. അത് ഞാൻ എടുത്തോളാം. ആ, നീ ഇതിൽ ഇടപെടണ്ട. ഇടപെടരുത്, ഞാനാ പറയുന്നത്. ആ, ഞാനീ പറഞ്ഞത് നിന്റെ മനസ്സിൽ തന്നെ ഇരുന്നാ മതി. ശരി, ആയിക്കോട്ടെ. പക്ഷേ പ്രതാപനങ്ങളെ ഇവിടേക്ക് തിരികെ കൊണ്ടുവരണം. കൊണ്ടുവന്നേ തീരൂ, അല്ലെങ്കിൽ ഞാൻ കൊണ്ടുവരും. അമ്മ അതിന് തടസ്സം നിൽക്കരുത്. പാർവതിനെ കൊമ്പൊടിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അവളുടെ അഹങ്കാരം മെല്ലെ മെല്ലെ ഞാൻ അവസാനിപ്പിച്ചോളാം. മോളെ
എന്താച്ചാ? നീ മിടിക്കുക മോളെ. നിന്നെ വിശാലിന്റെ ഭാര്യയായി ലഭിച്ചത് മഹാഭാഗ്യ. ഭാഗ്യം എനിക്ക് അച്ഛാ. വിശാൽ സാറിന്റെ ഭാര്യയാകാൻ സാധിച്ചത് എന്റെ ഭാഗ്യ. അത് നിന്റെ വിനയം, എളിമ. പക്ഷേ നിന്നെ ഈ കുടുംബത്തിന് മരുമകളായി കിട്ടിയത് മഹാഭാഗ്യമാണെന്ന് ഞാൻ വെറുതെയല്ല പറഞ്ഞത്. നീ ഇവിടെ ഉള്ളിടത്തോളം കാലം എനിക്കും എൻ്റെ മകനും സമാധാനത്തോടെ സന്തോഷത്തോടെ കഴിയാം. അത്രയ്ക്കും ശ്രദ്ധയോടെയാണ് നീ എൻ്റെയും അവൻ്റെയും ഓരോ കാര്യങ്ങളും നോക്കി നടത്തുന്നത്. ഗായത്രിയും ഇങ്ങനെയായിരുന്നു.